ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചുരുക്കുടുപ്പിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പെറ്റിക്കോട്ടിൽ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡിൽ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് കേട്ടോ. ഇതിൽ സ്കേർട്ട് ഭാഗവും അതേപോലെ ബോഡി പാർട്ട് ഭാഗവും നമ്മൾ സെയിം അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതിൽ തയ്ക്കുന്നതിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോഡി പാർട്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സെയിം അളവിൽ തന്നെ നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നെക്കിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പെറ്റിക്കോട്ടിൽ ഒറ്റ നെക്കായിട്ടായിരുന്നല്ലോ കട്ട് ചെയ്തിരുന്നത്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേ അളവിലായിരുന്നല്ലോ കട്ട് ചെയ്തിരുന്നത്. ഇതിൽ നമ്മൾ ബാക്ക് നെക്ക് വേറെ ഫ്രണ്ട് നെക്ക് വേറെ അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അടുത്ത പീസ് വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കൂടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്രയും ഒരു ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു അളവ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഏതൊരു ഉടുപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോഡി പാർട്ട് ചെയ്തിട്ടുള്ള ഉടുപ്പുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ തന്നെ ആയിരിക്കും എല്ലാ ഉടുപ്പും നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ട് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സ്കേർട്ട് ഭാഗത്തിന് ഒരളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചെസ്റ്റിൻ്റെ 3 മടങ്ങാണ് നമ്മൾ സ്കേർട്ട് ഭാഗത്തിൻ്റെ തുണി എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് 7 ഇഞ്ചായിരുന്നു. 7 × 3 21 ഇഞ്ചാണ് നമ്മൾ 4 മടക്കാക്കിയിട്ട് നമ്മുടെ തുണീൻ്റെ അളവ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 പീസാണ് ഉണ്ടാവുക. നമ്മൾ ഇതേപോലെ 2 പീസാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒറ്റ സ്റ്റിച്ച് ഇങ്ങനെ നേരെ ഒന്നിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നൂല് വലിച്ചിട്ട് ഒന്ന് ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തിലൂടെ ചെറിയൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ സ്റ്റിച്ചാക്കിയിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ 2 നൂല് വരുന്നുണ്ടല്ലോ, ആ ഒരു നൂല് മാത്രമായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ. നമ്മൾ തയ്ച്ച് വരുമ്പോൾ കുറച്ചൊന്ന് ബാലൻസ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് നൂല് കിട്ടും. അതിൽ നിന്ന് ഒരു നൂല് മാത്രം നമ്മൾ ഇതേപോലെ ഒരു നൂല് മാത്രം ഇങ്ങനെ വലിച്ചാൽ നമുക്ക് ഇതേപോലെ ഫ്രില്ലായിട്ട് വരും. ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്രത്തോളം നമ്മൾ വലിക്കണം എന്നുള്ളത് നമ്മൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മളൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ലെങ്ത്ത് കണക്കാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നൂല് വലിച്ചെടുക്കുന്നത് എത്രയാണ് എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് വെച്ച് നോക്കുക കേട്ടോ. നമ്മുടെ ബോഡി പാർട്ടിൻ്റെ പീസ് ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെ ഇവിടെ നീർത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നീർത്തി വെക്കുക. എന്നിട്ട് നമുക്ക് വലിച്ചു വെച്ചിട്ടുള്ള ഈ തുണി ഉണ്ടല്ലോ, ആ തുണി നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് എത്രത്തോളമാണ് വലിക്കേണ്ടത് ഇത്രത്തോളം വലിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഫ്രില്ലുണ്ടല്ലോ, ഇത് എല്ലായിടത്തേക്കും ഇങ്ങനെ ഒന്ന് നീക്കി കൊടുക്കുക കേട്ടോ. ഒരു ഭാഗത്ത് മാത്രമല്ലാതെ എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ, ഞെറിവുകൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേ ഞെറിവ് വന്നാലേ നമുക്ക് ഫ്രോക്കിനൊരു ഭംഗി കിട്ടുള്ളൂ. അല്ലാതെ നിന്നാൽ നമുക്കൊരു ഭാഗം മാത്രം കുറച്ച് ഞെറിവ് കൂടുതൽ, ഒരു ഭാഗം ഞെറിവില്ലാതെ വരും. അപ്പോൾ അതൊരു ഭംഗിക്കുറവുണ്ടാവും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ ഞെറിവ് വരുന്ന രീതിയിൽ വേണം നമുക്ക് ഞെറിവ് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബോഡി പാർട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ ഫ്രില്ലിട്ടിട്ടുള്ള ഈ പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ നല്ല വശം, ഇവിടെ നല്ല വശവും അവിടെ നല്ല വശവും, 2 നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് വേണം ഇവിടെ ഒന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇവിടെ ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ 2 ഭാഗവും നമ്മൾ ഇതേപോലെ ഒന്ന് ഫ്രില്ലിട്ടിട്ട് ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് മടക്കി വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, മടക്കി അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ താഴ്ഭാഗം ഇതേപോലെ ഒരു മടക്കിൽ വന്ന് ഒന്ന് മടക്കി അടിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ കൂട്ടി ഒന്ന് അടിക്കുക. ഇതിന് നമ്മൾ ടൈൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലാതെ അടിക്കുക കേട്ടോ. ഇപ്പം ഇവിടെ നമ്മുടെ പഫ് സ്ലീവാണ് വെച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ എലൈൻ ഫ്രോക്കിന് നമ്മളൊരു പഫ് സ്ലീവ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ സെയിം അളവിൽ തന്നെയാണ്, ആ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇതിനും പഫ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരുക്കുടുപ്പ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്.